നാണക്കേടായത് എനക്കാ. വയലിന് മണിക്കൂറെണ്ണി കാശ് പറയുന്ന ആളാ. എന്നോട് പരിചയമുള്ളതിൻ്റെ പേരിൽ വന്നത്. അയാളെ മക്കാറാക്കി വിട്ടതിന് ഞാൻ എന്ത് സമാധാനം പറയാ? തള്ളേന്റെ വാശി പെണ്ണിനുണ്ട്. ഇപ്പോഴത് പുറത്തു വന്ന് സാഹിബിന്റെ ചോരല്ലേ ബ്രിട്ടീഷ് പട്ടാളത്തോട് പൊരുതിയന്റെ കുറച്ചൊക്കെ കാണാണ്ടെക്കോ എന്ന് വെച്ച് ആ വാശി കാണിക്കേണ്ടത് ഖുറാനോട് ശരീഅത്തിനോടാണോ? ധിക്കാരല്ലേ അത്? സൈദാലി, ഓൾ അബു തലാക്ക് ചൊല്ലിയതിൻ്റെ വിഷമം ആ ആദി അതൊക്കെ കാരണവും അങ്ങനെ പറഞ്ഞത്. വയലിന് ഹാജിയാരുണ്ടായിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ കൂടുതൽ ന്യായമൊന്നും പറയണ്ട. ഇങ്ങക്ക് ഓരോടുള്ള അടുപ്പം ഞങ്ങൾക്കറിയാം. അതേടോ, എനിക്കൊരിഷ്ടമായിരുന്നു കുഞ്ഞൈബ് സാഹിബിൻ്റെ മോളെന്ന ഇഷ്ടം. ആ ഇഷ്ടം ഞാൻ എൻ്റെ വാപ്പനോട് പറഞ്ഞു. ഊരുടെ ദാരിദ്ര്യം പറഞ്ഞ് വാപ്പ അന്നതിന് സമ്മതിച്ചില്ല. വാപ്പനെ ധിക്കരിക്കാൻ എനിക്കത് കഴിഞ്ഞില്ല. ആവശ്യമില്ലാത്ത കാര്യം ഇപ്പം ഈടെന്തിനാ പറയുന്നത്? ഇപ്പോഴത്തെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്ക്. ഓർക്ക് പള്ളി വിലക്ക് വേണം. അതാ എൻ്റെ അഭിപ്രായം. അതൊക്കെ നടക്കുമെന്ന് തോന്നുന്നുണ്ട? എന്തേ നടക്കാണ്ട്? ഭൂരിപക്ഷ അഭിപ്രായം നോക്കണം. തൽക്കാലം അതൊന്നും വേണ്ടാന്ന് വെക്കാം. അത് വിട്ടേക്ക് ജലാലേ. നാളെ എങ്ങനെയാന്ന് നോക്കിയിരിക്കുന്നവരാ. ആ ഒരു വിഷമം നമ്മളറിയണം. പോട്ടെ, വിട്ടേക്ക്. നമ്മുടെ ഇടയിലെ പ്രധാന പ്രശ്നം ഇപ്പോൾ പെണ്ണുങ്ങളാന്ന് വരുത്തുക എല്ലാവരും. ഓളുടെ വേഷം, ശിരോവസ്ത്രം, കല്യാണപ്രായം, കടിച്ച് കീറാൻ നിൽക്കുന്ന സംഘടനകളാണെങ്കിലും ഇക്കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാ. പള്ളിക്കമ്മിറ്റിയിലേക്ക് എന്താ പുകില്? കാര്യങ്ങൾ ചോദിച്ചതിന് ആറ്റേൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ എല്ലാവരും നോക്കുന്നത്. ഓരെ എന്തിനു പറയുന്നു? അഹമ്മദ് അല്ലേ ഓള് കാണിച്ചേ? എന്താ ധൈര്യം? ഞാൻ ആറ്റോട് പറഞ്ഞ് ഇനി ഇട വരണ്ടാന്ന്. വെറുതെ പള്ളിക്കാരെ പണക്കണ്ടല്ലോ. ആ ഒരു സഹായം ഓർക്കുണ്ടായിരുന്നത് നീ കളഞ്ഞോ? പോകത്ത്. നിങ്ങൾ വെറുതെ ചൂടായിട്ട് കാര്യമില്ല. ഓരോടുള്ള പുതിയും കൊണ്ട് നടക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. എന്നോടകത്തു പോകാനാ പറഞ്ഞേ. കൽബുൻ കിതാബുൻ ഷജറുൻ. ആ മുണ്ടാണ്ടിക്ക്. ഇന്റെ മോനെ ഒത്തള്ളി കയറ്റില്ലെന്ന് പറഞ്ഞു ഞങ്ങള്. ആറ്റനോട് ബൈക്കിനൊന്നും വരണ്ട. പള്ളി കമ്മിറ്റിക്കാരെ തീരുമാനാത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളൊന്നും ചെയ്യണ്ട. ഈടിരുന്ന് ജിന്നിനെ പറപ്പിക്കും. ഇന്റെ മോന് ഖുർആൻ ഓതാനും നിസ്കരിക്കാനും നോമ്പെടുക്കാനും ഒക്കെ പഠിപ്പിക്കാനുള്ള ആവതേ ഇന്ന് എനിക്കുണ്ട്. ഞാൻ ചെയ്തോളും. ഒരു പള്ളി കമ്മിറ്റി. വാ മോനെ. അലി, ഈ ഇനി TV കാണാനെന്ന് പറഞ്ഞ് ഈടെ വരണ്ട. വേഗം പുരയ്ക്ക് പോയിക്കാ. ചെക്കനല്ലേ ഇത്? വള്ളിന് എന്തെല്ലാം കുഴപ്പമുള്ളവിടെ ഉണ്ടാക്കിയേ? വല്ലാത്ത ധൈര്യം തന്നെ അപ്പാ. പള്ളി കമ്മിറ്റി വിലക്കീന്ന് കേൾക്കുന്നേ ആണോ? ആറ്റേ, ഇനി മുതൽ നിങ്ങൾക്ക് ഇവിടെ സാധനം ഇല്ല കേട്ടോ. നിങ്ങൾ വേറെ വീട് നോക്കിക്കോളി. വേണ്ട, ഓസാരത്തിനും നല്ല സാധനം തരുന്നത് പൈസ തന്നിട്ടല്ലേ. ഞാൻ വേറെ നോക്കിക്കോളാം.
ഉപ്പാപ്പ ഞാൻ തെറ്റ് ചെയ്തോ? മോളെ, നീ ഉമ്മു സൽമയെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഉപ്പാപ്പ പറഞ്ഞു തന്നിട്ടില്ലേ? ആരായിരുന്നു അവർ? സുന്ദരിയും ധീരയുമായിരുന്ന അവർക്ക് യൗവനത്തിന്റെ നിറകാലത്ത് വിധവയാകേണ്ടി വന്നു. മക്കയിലെ ജാഹിലിയാക്കളുടെ ഇടയിൽ നിന്നും 4 പൊടിക്കുഞ്ഞുങ്ങളുമായി മദീനയിൽ അഭയം തേടിയ അവർ പിന്നീട് നബി തിരുമേനിയുടെ പ്രിയപത്നിയായി. പ്രവാചക പത്നിമാരിൽ ഉമ്മു സൽമയ്ക്കാണ് എല്ലായ്പ്പോഴും ബുദ്ധിപരമായ മുൻതൂക്കമുണ്ടായിരുന്നത്. ഖുറാനിൽ എപ്പോഴും പുരുഷനെപ്പറ്റി മാത്രം എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിക്കാൻ അവർ ധൈര്യം കാണിച്ചു. അതിനുശേഷം പ്രവാചകന്റെ പ്രഭാഷണങ്ങളിൽ സ്ത്രീകൾക്ക് കൂടി പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടു. ഈ ജാഹിലിയാക്കളോട് തലയുയർത്തി എൻ്റെ മോൾ ഇത്രയും ചോദിച്ചല്ലോ, അതിനെ ഉപ്പാപ്പ വില കൽപ്പിക്കുന്നു.